റഹീമിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ശ്രീ ജയശങ്കറിനെ പുലഭ്യം പറയുന്നു. ജയശങ്കർ അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. വിളിക്കുന്ന ഏക വാർത്താ ചാനൽ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിനെ പുലഭ്യം പറയുന്നു. എന്താടോ നന്നാവാത്ത? അപ്പോൾ റഹീമിൻ്റെ വിചാരം എന്താണ്? CPM ജയശങ്കറെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, ഈ ശ്രീജിത്ത് പണിക്കരെയും ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ജയശങ്കറിനെ ഇനി ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ല. നിന്റെയൊക്കെ ഈ പണി അങ്ങ് ഇന്ത്യയിലേ നടക്കൂ, ഇത് കേരളമാണ്. ശ്രീജിത്തിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞു. ശ്രീ ജയശങ്കർ പങ്കെടുത്ത ചർച്ചയിൽ നിന്ന് ഇപ്പോൾ സ്പീക്കർ ഷംസീർ അടക്കം, ഞാൻ ആങ്കർ ചെയ്ത ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ജയശങ്കർ ഉണ്ടെന്നുള്ള കാരണത്തിൽ. അപ്പോൾ അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഡിബേറ്റുകളിൽ CPIM പങ്കെടുക്കില്ല നേരത്തെ അറിയിച്ചതാണ്. എന്തേ നിങ്ങളെ പിടിച്ച് കടിച്ച? എന്തായാലും ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിർത്തേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയി പിണങ്ങിപ്പോയി. ആളുകളെ പുറത്താക്കുന്നില്ലെങ്കിൽ അതിന് വാർത്താ സമ്മേളനം നടത്തി പുലഭ്യം പറയുക, എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുക. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? പലരും നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളോടും ശ്രീ ജയശങ്കറേയും എന്നെയും ഒന്നും തന്നെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ തീട്ടൂരത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാത്ത ചില മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷം ഇന്നും ഞങ്ങളെ ചർച്ചകളിൽ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ചാനലുകൾക്ക് നിശ്ചയമായും അവകാശപ്പെടാം നേരോടെ, നിർഭയം, നിരന്തരം എന്ന്. ഭയമുള്ള ആൾക്കാർ വിളിക്കേണ്ട, ഭയമുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ചർച്ചയിലും പങ്കെടുക്കണം. മാത്രമാണ് പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ വ്യക്തികളോ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സവാദം ഉന്നയിക്കുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വിലപ്പോവില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് കൂടി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കൂടിയുള്ളതാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ ചില ചാനലുകളിൽ കാണാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. കളിക്കരുത് നീ.